ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നൊരു കിടിലമ്പോഴത്തെ റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, നീയൊക്കെ എവിടെ ചത്ത് കിടക്കുവാടാ, നീയൊക്കെ ചത്തെന്നാ വിചാരിച്ച് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല. യെസ് ഗൈസ്, ഞാൻ ചത്തിട്ടൊന്നുമില്ല. സോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ഞാൻ ഒറ്റയ്ക്കല്ല ഇറങ്ങിയിരിക്കുന്നത്, എൻ്റെ കൂടെ എൻ്റെ സ്ക്വാഡ് മേറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ്, നമ്മൾ നേരെ ഉണ്ടല്ലോ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് മില്ലിലേക്കായിരുന്നു. മില്ല് ഇറങ്ങിയ വേണ്ടി നോക്കുമ്പോഴത്തേക്കും കിടിലമ്പോഴത്തെ 2 സ്കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീമേറ്റ്സ് ആണെങ്കിൽ നൈസ് അടിക്കുക സാമാൻ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരുത്തരാണെങ്കിൽ ഏതാണ് ആ ഓട്ടം ഓടിയിട്ട് അവന് ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. കിടിലം പോലെ അടിച്ച് അവനെ എങ്ങനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് നമ്മളുണ്ടല്ലോ ഗണ്ണൊക്കെ സെറ്റാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം കേസ് കിട്ടുന്ന ഗണ്ണ് വെച്ചാൽ നമുക്ക് അടിക്കാൻ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സമേറ്റും അതേപോലെ കേസ് ഒരു ബൈസനും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ സമയം ഉണ്ടല്ലോ നമ്മുടെ ടീമേറ്റ്സ് അവിടെ നോക്കായി കിടപ്പുണ്ടായിരുന്നു. അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ടല്ലോ വേറൊരു എനിമി നൈസായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ്സ് അവിടെ പകുതി പേര് നോക്കാണ് കേട്ടോ. എന്തായാലും വന്നവരവനുണ്ടല്ലോ നമ്മുടെ ടീമേറ്റിനെ രക്ഷപ്പെടുത്താതെ പകുതി പേരുണ്ടല്ലോ നൈസായിട്ട് കേസ് വരുന്ന എനിമീസിനെ കുറച്ച് ഡാമേജ് അങ്ങ് കൊടുത്തിട്ട് അവരൊന്ന് പേടിപ്പിച്ച് വിടാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ കേസ് അടിച്ചപ്പോഴത്തേക്ക് ചത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമേറ്റിനെ ഉണ്ടല്ലോ നൈസായിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൂടുതൽ ചാടിക്കേറി വരവായിരുന്നു. ആ ഒരു സ്കോഡിലെ മൊത്തം ആൾക്കാരെയും അവിടെ കംപ്ലീറ്റ് ആക്കി കിട്ടിലും പോലെ കേസ് ഒരു സ്കോഡിനെ ആകുന്നതിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 48-50 പേര് ഇറങ്ങുന്ന സമയത്ത് ആകുന്നൊരു സ്കോഡിനെ വൈപ്പാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. സത്യം പറയാലോ, എത്രയൊക്കെ ഗണ്ണില്ലാത്ത അടിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു സ്കോഡിനെ വൈപ്പാക്കിയത് അത് വലിയൊരു മാറ്റം തന്നെ ആ ഒരു ഗെയിമിനെ തന്നെ കൊണ്ടുവരും. സോയ അത് വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റാങ്കൊക്കെ പുഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സ്കോഡിനെ തീർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മോനെ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, വേറെ ലെവൽ എന്നൊക്കെ പറയില്ലേ. സോ അത്ര വലിയ റാങ്ക് പുഷ് ഒന്നും അല്ലെങ്കിലും ഞാനിപ്പോൾ കറണ്ട്ലി കേസ് ഹീറോയ്ക്ക് 3 സ്റ്റാർ സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു. മാക്സിമം കേസ് എത്രമാത്രം ഈ ഒരു ദിവസം, അതായത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഏത് റാങ്കിലെത്തും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഡെയിലി ഗെയിമിൽ കയറുന്നുണ്ട്. കാര്യം എൻ്റെ ടീമേറ്റ്സും കാര്യങ്ങളും എല്ലാവരും ഉള്ളതുകൊണ്ടുണ്ടല്ലോ അടിപൊളിയാണ് കേസ്. നിങ്ങൾക്കറിയാം ഒറ്റയ്ക്ക് കളിക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കൂടുതൽ സ്കോഡിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. എന്തൊക്കെയാണ് വർത്താനം വരുന്നത് അറിയാവോ. ആ ഒരു ചിരിച്ചും കളിച്ചും ആ ഒരു ഗെയിം എൻജോയ് ചെയ്ത് കളിക്കുന്ന സമയത്താണ് ഈ ഒരു ഗെയിം നമുക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ട് നമുക്ക് കുറേയും കൂടി നല്ല രീതിക്ക് തന്നെ കളിക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ഞാൻ പറയുന്നത്. സോയ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കിടിലം പോലത്തെ സ്ക്വാഡ് മേറ്റ്സ്, അതായത് കളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കാത്ത ആ ഒരു സ്ക്വാഡ് മേറ്റ്സ് ആരെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പേരൊന്നും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ, നമുക്ക് അവരെ ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കാമല്ലോ. എന്തായാലും അങ്ങനത്തെ കിടിലം പോലത്തെ പ്ലേയേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരിക്കും വേണ്ട കേട്ടോ. എന്തായാലും ആ ഒരു മില്ലിൽ നിന്ന് നമ്മുടെ ഇന്ന് ഓടി രക്ഷപ്പെട്ടാ ഇവൻ്റെ ഇന്ന് രക്ഷപ്പെട്ടോളാം, ഈ സ്ക്വാഡ് പിടിച്ചേക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജീവനും കൊണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വാരി പറക്കി അടിയായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ നോക്കുവാണെങ്കിൽ എക്സമേറ്റ് ആണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ കിട്ടിയത് വാരി പറക്കി ഓടുക എന്നല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് എനിക്ക് ഇന്ന കണ്ണ് തന്നെ വേണം, ഞാൻ എന്നാൽ മാത്രമേ കളിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവിടെ അടിച്ച് ഉറക്കത്തെ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. എന്തായാലും ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമ്മുടെ എക്സമേറ്റ് വെച്ചിട്ട് നൈസ് ഉണ്ടല്ലോ ആ ഒരു മില്ല് തന്നെ കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഗോഡ് ദൈവം നമ്മളൊക്കെ ഉള്ള സമയത്ത് പിന്നെ അവന്മാർക്കൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുമോ ഗൈസ്? ഓക്കെ, എന്തായാലും മില്ല് തന്നെ ഗൈസ് മൊത്തം തൂത്തുവാരുണ്ടായിരുന്നു. എല്ലാ എനിമീസിനെ വാരി പറക്കി അടിച്ചു. ഇനി ഗൈസ് ലൂട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ലൂട്ടാൻ നിൽക്കാതെ ഉണ്ടല്ലോ ഉള്ള ഗണ്ണ് വെച്ചിട്ട് ഇറങ്ങിയവന്മാരെയൊക്കെ വാരി പറക്കി അടിച്ച് നമ്മൾ തന്നെ മില്ല് കോൺകർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ലൂട്ടാന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടല്ലോ AK അവിടെ നൈസായിട്ട് ഗസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏത് കാട്ടുവാഴയുടെ എൻ്റെ AK അടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ലോ മേളിലേക്ക് കയറി നോക്കുവാണ്. കാര്യം അവിടെ ഷോർട്ട് റേഞ്ച് ഇപ്പോൾ AK അവിടെ നോക്കായി. എന്നാൽ പിന്നെ AKൻ്റെ പെട്ടിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അവൻ്റെ ഇന്ന് ബാക്കിയുള്ള അടിയും കൂടെ ഞാനങ്ങ് മേടിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മൂഞ്ചത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഗസ്റ്റ് ലോങ് റേഞ്ചിലേക്ക് പോയിട്ട് നമ്മുടെ ടീമേറ്റിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനിമിനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. എൻ്റെ ദൈവമേ, അവനാണ് നോക്കാതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അതേസമയത്ത് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും മറ്റവനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു വിഷമം ഉണ്ടാവില്ല കേസ്. അത് പാർക്കായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡാമേജ് കുറേ കൊടുത്ത് 10 HP കൂടെ അവന് കുറഞ്ഞിരുന്നെങ്കിൽ അവനവിടെ വീണാനായിരുന്നു. പക്ഷേ കേസ് അതിന് മുമ്പേ നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊരു വിഷമമല്ലേ, അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനത്തെയൊക്കെ സമയത്താണ് കേസ് ദൈവത്തെ പോലെ നമ്മുടെ ടീമേറ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ടീമേറ്റിന് ദൈവതുല്യമായിട്ട് നമ്മൾ കാണും കേട്ടോ. എന്തായാലും അവൻ്റെ മനസ്സിൽ ഞാൻ ഒരു ദൈവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കേസ് അവനും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മൾ മൊത്തം 5 കില്ല് ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗണ്ണും സെറ്റാക്കാൻ വേണ്ടി ഉള്ള ലൂട്ട് വെട്ടി കല്ലൊക്കെ വാരി പറക്കി നോക്കുന്ന സമയത്ത് നമുക്ക് P90 ഇട്ടുണ്ടായിരുന്നു. അതും കേസ് സ്നോയിൻ്റെ P90 കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ABCD കൂടെ കിടപ്പുണ്ട്. സോ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് യെസ് ഗേസ് ഞാൻ വെച്ചിരിക്കുന്ന ലോലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചുറ്റികയിലെ കേസ് ഹാമർ, അത് തന്നെ അപ്ഗ്രേഡിങ് ഹാമർ, അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ആകുമ്പോൾ സമയത്തുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഗണ്ണൊക്കെ ഒന്ന് അപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലം പോലത്തെ പവറാണെന്ന് പറയാൻ പറ്റുമോ? പറ്റും ഗൈസ്. കാര്യമുണ്ടല്ലോ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ മാക്സിമം സാധനമായിരിക്കും കേട്ടോ. എന്തായാലും കരിനക്കാരെ കൊണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സോയ ഒരു സ്കൂളിൽ ഒരാൾ അത് വെച്ചാൽ മതി, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കോയിൻ തന്ന് എല്ലാവർക്കും കേസ് നൈസായിട്ടുണ്ടല്ലോ എല്ലാ ഗണ്ണ് അപ്പാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു സ്കോഡ് 2 പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറും നഷ്ടമാണ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിന് പോയിട്ട് വേറെ ഏതൊക്കെ ലോഡൗട്ടുണ്ട് കേസ് നമ്മുടെ ഒരു പച്ച സാധനമില്ല കേസ് ലൈഫ് കയറുന്നത്, അതൊക്കെ വേറെ ലെവൽ തന്നെയാണ്. മാക്സിമം ഒന്ന് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സ്കോഡിനോട്
പറഞ്ഞാ നീ അത് വെക്കടാ, നീ ഇത് വെക്കടാ എന്നൊക്കെ പറഞ്ഞൊരു മാച്ച് പോയി നോക്കിക്കേ, വിഷയമായിരിക്കും, ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും അങ്ങനെയാണ് ഞങ്ങൾ ഈ മാച്ച് കയറി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല കേസ്, ഒരിക്കലുമല്ല. കാര്യമുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ വെക്കടാതൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്നവരെ വാരിപ്പറക്കി അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ്. പക്ഷേ കേസ് നോക്കുമ്പോഴത്തേക്കും താഴെ ഒരുത്തരാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് അയാളത്തെ എങ്ങോട്ടോ പോകുമായിരുന്നു. ഞാൻ ചുമ്മാ വള്ളി പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയ എനിമീനെ നൈസ് കേസ് അടിച്ച് വണ്ടി പിടിച്ചു കേട്ടോ. എന്തായാലും അവനെ അടിച്ച സമയത്തല്ലോ നമ്മുടെ ടീമേറ്റ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ അടിക്കാതെ നീ വഴിയെ പോകുന്ന ആൾക്കാരെ എന്തിനാണ് അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനാണ് കേസ് അടിക്കുന്നത്. എൻ്റെ അടുത്തുണ്ടല്ലോ ഐറിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സ്കില്ലാണ് ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യാറ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും പറയലുണ്ട് ഐറിസ് വേറെ ലെവലാണെന്ന് ഞാൻ പറയില്ലേ, അതേ കേസ് ഐറിസ് ഗോഡാണ് കേട്ടോ. എന്തായാലും അത് വെച്ച് അടിച്ച് അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ 6 കില്ല് ഇവിടുന്ന് തന്നെ കേസ് ഇറങ്ങിയ വാടാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും ദാണ്ട് കേസ് ആ ഒരു മരത്തിൻ്റെ പുറകിൽ ഒരു കാട്ടുവാഴ, അവരെ തലയോ കാലോ എന്തെങ്കിലും പുറത്താണെന്ന് വെച്ച് സ്കോപ്പ് ചെയ്ത് നോക്കിയാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കേസ്, എനിക്ക് നല്ല വിഷമമായി പോയി കേട്ടോ. എന്നാലും ടീമേറ്റ് എടുത്തല്ലോ കുഴപ്പമില്ല, ടീമിൽ നിന്ന് ആ ഒരു കില്ല് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ വെറുപ്പിച്ചു അല്ലാതെ വന്നിട്ട് ഇട്ടങ്ങ് ഇമോട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. ടീമേറ്റ്സിനെയൊക്കെ വിളി കേട്ടോ, നീ വിളി, എല്ലാവരോടും വന്നിട്ട് നമ്മുടെ ഒരു കിടിലം പോലത്തെ ഒരു സ്കോഡ് കൊണ്ട് ഇമോട്ട് കാണിച്ചെന്ന് പറഞ്ഞ് നീ വിളിച്ചോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇട്ടങ്ങ് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതെങ്കിലും കണ്ടിട്ട് സ്വന്തം ടീമേറ്റെങ്കിലും വന്ന് നമ്മളോട് റിവെഞ്ചൊക്കെ ചോദിക്കുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. എവിടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ആ ഒരു റിവെഞ്ചിൻ്റെ മെൻറ്റാലിറ്റിയിലെ കേസ്, അതൊക്കെ നമ്മുടെ പണ്ടത്തെ ടീമേറ്റ് ഒരു ഇമോട്ട് കാണിച്ചതിൻ്റെ ഒരു ഒന്നും വേണ്ട. നമ്മളിപ്പോൾ അത് ഇമോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചുമ്മാ വന്ന് മുമ്പിൽ നിൽക്കത്തില്ല. അപ്പം തന്നെ അവൻ പറയും, എടാ നീ ഇമോട്ട് കാണിച്ചിടാ വന്നടിയിടാന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ പോലും നോക്കാതെ വന്നടിക്കുന്ന ടീമേറ്റ്സ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. വൈദ്യവേ ഇപ്പോഴത്തെ പിള്ളേരെന്ന് ഉദ്ദേശിച്ച് ആ ഒരു കാട്ട് ബംഗാളില്ലേ അവന്മാരുടെ ടീമേറ്റ്സിനെ തന്നെയാണ് കേട്ടോ. എന്തായാലും അവന്മാർ നമ്മളെ ഉണ്ടല്ലോ ഈ ഒരു മാച്ചിനകത്ത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ആ ഒരു കിൽ ഫീൽഡ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ഈ ഒരു മാച്ചിനകത്ത് കിൽ ഫീൽഡ് നോക്കി ആ ഒരു ടൈം സ്റ്റാമ്പ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും അതിനനുസരിച്ച് കേസ് താഴെ നമ്മൾ വള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവനെങ്കിലും ഊട്ടി. പക്ഷേ അത്യാവശ്യം കുറച്ച് ARMOയും അതേപോലെ SMG ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. കാര്യം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം AR SMG വെച്ച് നീ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി കേസ് ആ ഒരു ABCD കണ്ടത് 313 ARMO ഇത്രയൊക്കെ ഞാൻ യൂസ് ചെയ്യുമോ നിങ്ങൾ ചോദിക്കത്തില്ലേ, ചൂസ് ചെയ്യും കേസ്. ഓക്കെ, കാര്യം കേസ് നിങ്ങളുടെ ഗെയിം പ്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അങ്ങനെ ചോദിക്കുന്നത്. കാര്യമുണ്ടല്ലോ എത്ര മാത്രം കേസ് ചുമ്മാ ആകാശത്തേക്കൊക്കെ ഞാൻ ചുമ്മാ വെടിവെച്ച് കളയും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നം കേട്ടോ. എന്തായാലും അവിടെ കൂടെ കംപ്ലീറ്റ് ആക്കി അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മൾ നേരെ പീക്കിൻ്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമേറ്റ്സ് അവിടെ ഉണ്ട്. അവിടെ നല്ല കിടിലം പോലത്തെ ഫൈറ്റൊക്കെ നടക്കുക. നമ്മളെ കൂട്ടാ ഫൈറ്റോ സമ്മതിക്കില്ലടാ. എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് ഓടി അവന്മാരുടെ അടുത്ത് എത്തണം. പിന്നെ ഈ ഒരു അപ്ഡേറ്റിനകത്തില്ല, അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ ഒരു ക്രിസ്മസ് ഇവൻ്റൊക്കെ തുറക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു സർഫസ് ബോർഡിലെ കേസ് ആ ഒരു സാധനം പാൻ അത് തന്നെ. എന്തായാലും അത് വെച്ചിട്ട് തെന്നി മാഞ്ഞു പോകുന്നു. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതിനൊന്ന് ഇറങ്ങാനേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ്. അതായതുണ്ടല്ലോ ആ ഒരു പാനല്ലേ കേസ്, പാൻ എന്ന് പറയാൻ വേണ്ടി സർഫസ് ബോർഡല്ലേ കേസ്, ആ ഒരു സാധനം വെച്ച് തെന്നി മാറി പോകുന്നത് എത്ര പേർക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. സോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർ പറയും എൻ്റെ മോനെ നമ്മുടെ OG ഗെയിമിനെ കുളമാക്കി കളഞ്ഞോ, ഇനി എന്ത് കുളമാകാനാടേ. അതുകൊണ്ട് അതും കൂടെ വന്നപ്പോഴത്തേക്കും എനിക്കത് ആ ഒരു രീതിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് കളിക്കാനാണ് എനിക്ക് താല്പര്യം. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് പീക്കിലേക്കാണ്. അറിയാലോ ചോരയുടെ മണമുള്ള പീക്ക്. പണ്ടത്തെ പീക്കിനത്തെ പവർ ഇല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് പവർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാര്യം വന്ന വാടെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിയാണ് കേസ് ദാണ്ട് ഓടുന്നില്ലേ. ഇപ്പോൾ കേസ് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു എനിമി ആണല്ലോ നൈസായിട്ട് അങ്ങോട്ട് ഓടുമായിരുന്നു. അവന് ഡാമേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ABCD ആയിരുന്നു, കുറച്ച് ഡാമേജ് പോലും കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ അവിടെ ഗ്ലൂ ആളൊക്കെ ഇട്ട് നൈസായിട്ട് കേസ് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഐറിസിൻ്റെ പവർ ഓൺ ആക്കി അവൻ നല്ല കിടിലം പോലെ ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കങ്ങ് ആർത്ത് കയറി വന്നവൻ ഇപ്പോൾ എനിക്ക് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാടി കയറി കേസ് അവനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ലോങ്ങിൽ നിന്ന് ഒരു എനിമിനെ കണ്ടു. അവനാണെങ്കിൽ കേസ് ആ ഒരു തൂണിൻ്റെ മറയത്ത് തട്ടത്തി മറയത്ത് നിന്ന് അടിക്കുന്ന പോലെ ഉണ്ടല്ലോ ആ ഒരു തൂണിൻ്റെ മറയത്ത് നിന്നിട്ട് നല്ല ഡാമേജ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ ഡാമേജ് എനിക്ക് കിട്ടി. സോ അതിന് ടീമേറ്റ് ഉള്ളതുകൊണ്ട് നൈസായിട്ട് കേസ് ഉണ്ടല്ലോ അവനെ റിവൈവ് ചെയ്ത് വിട്ടിട്ട് ആ ഒരു ഹീൽ പിസ്റ്റൊക്കെ അടിച്ചിരുന്നുണ്ട്. ഇതിക്കുള്ളിൽ നമുക്ക് എന്താ വേണ്ടേ, നമുക്കിനി എന്താ വേണ്ടേ. അവനെ കേസ് നൈസറുണ്ടല്ലോ ആ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു പീക്കിലെ വീടിനകത്തേക്ക് കയറണം എന്നൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അവന്മാർ കയറി അടിക്കട്ടെ, എന്നെ കയറി ചൊറിച്ചവനെ എനിക്ക് തന്നെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ചാടി കയറി വരുന്നു, ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, പീണയിൽ വെച്ച് ഹെഡ്ഷോട്ട് കയറ്റി അവനെ അങ്ങ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ ഈ വഴിക്കൊന്നും വരുന്നില്ല. അപ്പോഴത്തേക്ക് ഓർത്തും ജീവനും കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. ഞാൻ കയറി നൈസർ കേസ് ആ ഒരു കില്ല് കുമ്മൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം അതെടുത്തില്ല അല്ലെങ്കിൽ അടുത്തവന്മാരൊക്കെ ചാടി കയറി വന്ന് മൊത്തത്തിൽ അവിടെ കശപിശയാകും. സോ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കയറി
ആ ഒരു കില്ലെടുത്തത് അത് ഗുമ്മിയതാണ്, ആരും പറഞ്ഞേക്കരുത്, സത്യമായിട്ടും ഗുമ്മിയതാണ്. പക്ഷേ എന്നാലും സമ്മതിച്ച് ചേർത്തില്ല ഞാൻ. ഓക്കെ, അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഓരോണൊക്കെ ഇട്ടിട്ട് അവരെ അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തി. ഇത്രയൊക്കെ കഷ്ടപ്പെടുറോ അവരെ കൊല്ലാൻ വേണ്ടി, പറഞ്ഞാൽ പോരെ, ഞാൻ എടുത്തു തരൂലേ. എന്തായാലും അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആയി കേസ്. മൊത്തം 8-9 കില്ല് കേസ്. ഓക്കെ, ഈ മാച്ചിനകത്ത് ഞാൻ കില്ല് വാരും, പറഞ്ഞിട്ട് കാര്യമില്ല. ടീമേറ്റ്സ് ആണ് എത്രയൊക്കെ കുമ്മിയാലും അവരൊന്നും പറയത്തില്ല. അതേപോലെ നമ്മുടെയും കുമ്പുന്നുണ്ട് കേട്ടോ, അതൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. എന്തായാലും ഉള്ള കോയും വെച്ചിട്ട് നമ്മുടെ ടീമേറ്റ്സിനെയും നമ്മുടെയും എല്ലാവരുടെയും ഗണ്ണൊന്ന് അപ്ഗ്രേഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവന്മാരൊക്കെ നൈസായിട്ട് കേസ് അതിൽ കടപ്പെട്ടിരിക്കും. ഇനി അവന്മാരെടുക്കുന്ന ഓരോ കില്ലിൻ്റെയും കണക്ക് പറയണം. അതായത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത ഗണ്ണ് കൊണ്ടാണ് അവന്മാർ കില്ലെടുത്തതെന്ന് എനിക്ക് പറയാമല്ലോ, ധൈര്യത്തോടെ പറഞ്ഞാൽ അവന്മാരെ ടൂക്കാലോ. സോ അതിന് വേണ്ടിയാണ് ഞാൻ മെയിൻലി ഈ ഒരു ചുറ്റിക എടുത്ത് വെച്ചിട്ട് അവന്മാർക്ക് കോയിൽ അവന്മാറിൽ തന്നെ കോയും മേടിച്ച് അവന്മാർക്ക് അപ്ഗ്രേഡ് ആക്കി കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം കേസ് വന്ന് നോക്കുമ്പോഴത്തേക്കും തൊട്ട് മുമ്പിൽ ഒരു എനിമി ഉണ്ടായിരുന്നു, അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി ആ ഒരു സ്കോഡിലെ ആൾക്കാരെയും കൂടെ വൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ച് നോക്കുമ്പോൾ മൊത്തം 10 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. 19 പേര് സ്റ്റിൽ അലയുവാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ പോക്ക് കണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനകത്ത് എത്ര കില്ല് നമ്മൾ എടുക്കും എന്ന് ജസ്റ്റ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ, ഐ മീൻ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ എല്ലാ വീഡിയോസിനകത്തും ഞാനൊരു സീക്രട്ട് കോഡ് പറയും. അത് ഏതായാലും കേസ് ഇത്രയും നേരം വീഡിയോ കണ്ട ആൾക്കാർ ആ ഒരു സാധനം കമൻറ്റായിട്ട് അറിയിക്കണം എന്ന് ഞാൻ പറയില്ലേ. സോ ഇന്നത്തെ ഒരു സീക്രട്ട് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കേസ്, എന്താണ് നമുക്കുണ്ടല്ലോ ഇന്നത്തെ ഒരു സീക്രട്ട് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ബോർഡ്. ഓക്കെ, സർഫസ് ബോർഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഞാൻ സർഫ് ബോർഡ് എന്ന് പറയാതെ സർഫസ് ബോർഡ് എന്ന് പറയുന്നതുകൊണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ബ്രോ എന്താണ് ബ്രോ ഈ പറയുന്നത്, ബ്രോ അതിൻ്റെ പേര് അങ്ങനെയല്ല ബ്രോ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നില്ല. സോ ഞാൻ പാവല്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ പോരെ. സോ ആ ഒരു കാര്യം സർഫസ് ബോർഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും എത്ര പേര് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടു, സോ എത്ര പേര് നമ്മുടെ വീഡിയോ ഇത്ര നേരം ശ്രദ്ധിച്ചിരുന്ന് കണ്ടു എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു ഒറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുമാത്രമേ നമ്മുടെ ടീമേറ്റ് എനിമിനെ കാണുന്ന സമയത്ത് തന്നെ വിളിച്ച് കയറിക്കും, എനിമിയുണ്ട് ഓടിവാടാ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് നൈസായിട്ട് കേസ് പെട്ടെന്ന് തന്നെ അവന്മാരുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു എനിമിനെ നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനോ നമുക്കൊക്കെ പറ്റുന്നതായിരിക്കും. സോ നല്ലൊരു പരിപാടിയാണ്. അതായത് മൈക്കൊക്കെ ഓണാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് കളിക്കുന്ന ടീമേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ മിണ്ടാതെ മറ്റേ മൈക്കും മ്യൂട്ട് ചെയ്ത് എന്താണ് ഗുഡ് ഗെയിം ഐ ബി എ ലൈഫ്ലർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കോഡ് ഭാഷയൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നതൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശരിക്കുള്ള കളി എൻജോയ് ചെയ്യണമെങ്കിൽ മൈക്ക് ഓണാക്കി സംസാരിച്ച് ചില്ലായിട്ട് കളിക്കുന്ന ടീമേറ്റ്സ് തന്നെ വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഒരു സമയത്ത് എനിക്ക് ശരിക്കും ഗെയിം വെറുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ഗെയിമിലേക്ക് ഇത്ര ഇൻട്രസ്റ്റ് തോന്നാൻ എൻ്റെ ടീമേറ്റ്സ് തന്നെയാണ് കാരണം. അത് ആര് ചോദിച്ചാലും എവിടുന്ന് ചോദിച്ചാലും ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ. ബൈ ദ വേ നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് ഇപ്പോൾ കറണ്ട്ലി ഉണ്ടല്ലോ, നമ്മൾ പോച്ചിനോക്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് 9 പേര് സ്റ്റിൽ അലയവാണ്, നമ്മൾ 4 പേര്. എല്ലാവരും അലവില്ലേടേ, ചിലവന്മാർ പറയാൻ പറ്റത്തില്ല. 4 വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടിയായിട്ട് അവിടെ കിടക്കും. ഫസ്റ്റ് പെട്ടിയാതെ ഞാനായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ ടീമേറ്റ് അവിടെ നിന്ന് കില്ല് വാരുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അവന്മാരൊക്കെ വിഷയമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ 4 കില്ലെടുത്തിട്ട് മാമ കില്ലെടുത്ത് കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്നൊക്കെ പറയും. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ തന്നെ അതും പോയി കില്ലെടുത്തിലേക്ക് ഇട്ടല്ലോ. അമ്മ റൂമിൽ കൊച്ചാവൂലേ, സമ്മതിക്കുമോ ഞാൻ. സോ അത് നോക്കുന്ന സമയത്തുണ്ടല്ലോ മേളിൽ നിന്ന് നല്ലൊരു കിടിലൻ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കേസ് ആ ഒരു പാറയുടെ പുറകിൽ നിന്ന് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്തുനിന്നായിരുന്നു അടി കിട്ടിയത്. അതുകൊണ്ട് കേസ് നേരെ ഉണ്ടല്ലോ സ്കോപ്പ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ABCD ആണ്, നല്ല കിടിലൻ പോലത്തെ അപ്ഗ്രേഡ് ചെയ്ത ഗണ്ണുമാണ് കേട്ടോ. നേരെ അടിച്ച് അവനെയും കംപ്ലീറ്റ് ആക്കി. അതെന്താ കംപ്ലീറ്റ് ആയി. മൊത്തം 11 കില്ല് നമ്മൾ ഈ ഒരു മാച്ചിൽ ഇപ്പോൾ കറണ്ട് എടുത്തിട്ടുണ്ട്. 6 പേര് സ്റ്റിൽ അലയുവാണ്. ഇനി 2 എനിമിയും കൂടി ഉണ്ട് കേട്ടോ. വന്ന് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സിമെൻറ്റ് വീട്ടിനകത്ത് ഒരു എനിമി ആണെങ്കിൽ ഉണ്ടല്ലോ, ഏതാ മോനെ ചാടി ആ ഒരു എന്താണ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സോൺ വരുന്നുണ്ട്, അവൻ പുറത്തിറങ്ങാൻ ഒന്ന് വാടുവിടും. എനിക്കറിയാം മക്കൾ പുറത്തേക്ക് പോകാൻ, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനുള്ളിലാണ് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ, വന്നു കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് വേറെ ഒന്നും പറയാല്ല കേസൊക്കെ. അവൻ അത് നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഭീരുക്കളെ പോലെ സോടിപ്പെട്ട് ചത്ത് ചീഞ്ഞ് ചാകാനാണെങ്കിൽ വിധിയെങ്കിൽ അവിടെ കിടന്ന് ചാവട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എന്തായാലും അവനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവന് കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനിനി സോണിപ്പെട്ട് ചത്ത് കഴിഞ്ഞാലും ആ ഒരു കില്ല് എനിക്ക് തന്നെ കിട്ടും. അതാണ് കേസ്. ഓക്കെ, എന്തായാലും അവൻ അടിച്ച് കംപ്ലീറ്റ് ആക്കി. നോക്കി കംപ്ലീറ്റ് ആയില്ലേ. അതിനൊരു കേസ് നമ്മുടെ ടീമേറ്റിൻ്റെ അവിടെ ഒരു ഫൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ നൈസൊരു കേസ് ഫൂട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സരസു നിൻ്റെ അടുത്താണെങ്കിൽ എനിമിയുണ്ട്, അവനേക്ക് അടിക്കാൻ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് കോള് കാര്യങ്ങളൊക്കെ കൊടുത്തു. വന്നവരുടെ കേസ് സരസു അവനെ കംപ്ലീറ്റ് ആക്കി കിട്ടില്ലാൻ പോലത്തൊരു പോയി നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ കേസ് ഇന്നത്തെ ഒരു മാച്ച് നമ്മുടെ സ്കോഡിനോട് കളിച്ചപ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടുക്കം പോലത്തെ വേറെ ലെവൽ വീഡിയോ കാണാം. ബൈ ഗൈസ്.